വേണ്ട മക്കളെ വേണ്ട, ഈ നശിച്ച കൂട്ടുകെട്ട് വേണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നരകം ഇങ്ങനെ കടന്നു വരുമ്പോ, നരകാവകാശികളെ കാണുമ്പോ, ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ, കള്ളു കുടിച്ചവൻ നരകത്തിലല്ലേ, പലിശ മേടിച്ചവൻ നരകത്തിലല്ലേ, കരിഞ്ചന്ത നടത്തിയവൻ നരകത്തിലല്ലേ, പൂത്തിവെച്ചവൻ നരകത്തിലല്ലേ, നന്മയ്ക്ക് തടസ്സം നിന്നവൻ നരകത്തിലല്ലേ, പള്ളയിലോട്ട് കത്തികുത്തി കയറ്റിയവൻ നരകത്തിലല്ലേ, ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ. അത് പ്രണയ നൈരാശ്യമാകട്ടെ, ദാമ്പത്യത്തിന്റെ തകർച്ചയാകട്ടെ, സഹോദരങ്ങളെ, ആ നരകാവകാശികൾ നിരന്നു നിൽക്കുമ്പോ, മോശമായ കൂട്ടുകാരന്റെ കൂടെ പാതിരാ സമയത്ത് കാസർഗോഡ് ബാറില് കൂട്ടുകാരുടെ കൂടെ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ നൊരഞ്ഞു വന്നുന്ന ഗ്ലാസുമായിട്ട് നീ മദ്യം നുകർന്നില്ലേടാ, കൂട്ടുകാരുമായിട്ട് പാതിരാത്രി ചീട്ട് കളിച്ചില്ലേ, പൊന്നുമോനെ പൊന്നുമോനെ, കൂട്ടുകാരന്റെ കൂടെ ഇന്റർനെറ്റ് കഫേകളിൽ പോയി, ഗ്രാമാന്തരങ്ങളിൽ കൂണുപോലെ കുമിഞ്ഞു പൊന്തുന്ന സൈബർ കഫേകളിൽ പോയി, പാതിരാ സമയത്ത് www.com വിരളമത്തി ലോകത്തുള്ള തുണി ഉരിഞ്ഞ പെണ്ണിന്റെ സർവാഭാസവും കണ്ടില്ലേ. പൊന്നുമോനെ, നിന്റെ മൊബൈലിൽ അതിന്റെ ഉടുതുണിയില്ലാത്ത ചിത്രമല്ലേടാ. അള്ള പറയുന്ന നരകത്തിൽ നിൽക്കുമ്പോ ഈ നരകം ഓടി വരും. മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് മുഴുവനും ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ ചിത്രവുമായി നടന്നു പോയ ആഭാസത്തിന്റെ നടുവിൽ കയറ്റിക്കൊടുത്തതാരാ? കൂട്ടുകാരന്റെ മൊബൈൽ നിന്നല്ലേ. സർവ ഹറാമിന്റെയും മുകളിൽ കൂട്ടുകാരനാ കൂട്ടുകാരനാ കൂട്ടുകാരനാ. ഒരു പുതിയ ചൂടുള്ള വിഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ചെയ്യടാ, സെൻഡ് ചെയ്യടാ, ഓക്കെ അടിക്കടാ. രണ്ടുപേരും നരകത്തിലല്ലേ, നരകത്തിലല്ലേ. എന്തിനാ പൊന്നുമോനെ, ഈ ദുനിയാവിൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതം പടച്ച റബ്ബിന് വേണ്ടിയാകണം. അള്ള നിന്നെ സെൻഡ് ചെയ്യും എവിടേക്കെന്നറിയോ? നരകത്തില്. ആ നരകം കിടന്ന് വിളിക്കാൻ തുടങ്ങും, യദഊന വൈലാ, കള്ളു കുടിച്ചവനെ വാടാ, കള്ളു കുടിച്ചവനെ വാടാ, പലിശ മേടിച്ചവനെ വാടാ. ഓരോരുത്തരെ ഇങ്ങനെ നരകം മാടി വിളിക്കുന്ന ഒരു ജീവനുള്ള സിട്ടിയാ മോനെ നരകം. ആ നരകം ഇങ്ങനെ വിളിക്കുമ്പോ അള്ള ഓരോരുത്തരെയായി നരകത്തിലോട്ട് വലിച്ചെറിയും. എന്നിട്ട് അള്ള നരകത്തോട് ചോദിക്കും, നരകമേ, യൗമന ഖൂലുലി ജഹന്നമ ഹലിം തലതി വതഖൂലു ഹൽ മിൻ മസീദ്. ഓരോരുത്തരെ വലിച്ച് നരകത്തിലോട്ട് എറിഞ്ഞിട്ട് അള്ള ചോദിക്കും, നരകമേ, നരകമേ, പള്ള നിറഞ്ഞോ? പള്ളത്തെ സഹോദരങ്ങളെ, അള്ള നാളെ ചോദിക്കും, നരകമേ, നിന്റെ പള്ള നിറഞ്ഞോ? നിന്റെ ആമാശയം നിറഞ്ഞോ? ആ സമയത്ത് പലിശക്കാരനെയും കള്ള് കച്ചവടക്കാരനെയും ഹറാമ് ചെയ്തവനെയും തിന്നിട്ട് നരകം പറയും, അല്ലാഹുവേ, ഹലിം തലഅത്തി, നിന്റെ പള്ള നിറഞ്ഞോ നരകമേ? നരകം പറയുമ്പോ ഹൽ മിൻ മസീദ്, അല്ലാഹുവേ, ഇനിയുമുണ്ടോ? ഇട്ടോ അല്ലാഹുവേ, വിശപ്പ് തീർന്നിട്ടില്ല. നരകത്തിന്റെ വിശപ്പ് തീരൂല സഹോദര. ഒന്ന് ചിന്തിക്കൂ ഒരു നിമിഷം. എത്ര പേരെ തിന്നാലും നരകത്തിന്റെ വിശപ്പ് തീരില്ല. നരകം പറയുമ്പോ ഹൽ മിൻ മസീദ്, അല്ലാഹുവേ, ഇനിയുമുണ്ടെങ്കിൽ വാരിയിട്ടോ അല്ലാഹുവേ. ആ സമയത്ത് നബിയെ, നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ, വന്നാറു തൽഹബു മിൻ ഗൈലിന വമിൻ ഉനുഖി അലൽ ഉസാതി വറബുൽ അർശി ഗളബാന. ആ നരകത്തെ മുമ്പിൽ കാണുമ്പോ, വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി, അക്രമി അവന്റെ രണ്ട് കൈവിരലും കടിച്ചിട്ട് കുടയും നബിയെ. അല്ലാലിമു, ഏറ്റവും വലിയ അക്രമി ആ ലാലിമാണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. അങ്ങേ കൂട്ടുകാരനായി കിട്ടിയിട്ട് അബൂജഹലിന്റെ കൂടെ പോയ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നാളെ പരലോകത്ത് നരകത്തെ കാണുമ്പോ രണ്ട് കയ്യും കടിച്ചിട്ട് കുടയും നബിയെ. എന്നിട്ട് ആ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും, കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകാവസാനം ഒരു വിളിപ്പാടകലെ എന്ന സീഡിയില് ഈ മുഖം കണ്ടിട്ട് ആ മുഖം മായാതെ മറയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതേപടി പ്രതിഷ്ഠിച്ചു വെച്ച് എപ്പോഴും താല്പര്യത്തോടെ എവിടെ പോയാലും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അഹമ്മദ് കബീറിന്റെ വാക്ക് കേൾക്കാൻ വരുമെങ്കിൽ അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ, സ്വർഗത്തിലെ കൂട്ടുകാരാക്കട്ടെ. നരകത്തിന്റെ മുമ്പിൽ ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകും. ഓരോരുത്തരും വിളിച്ചു പറയും, അല്ലാഹുവേ, യാ ലൈതനി ഇത്തഖദത് മഅർ റസൂലി സബീലാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയേ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ.
ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനന ഖലീലാ. നിസ്സാരമല്ല, അവിടെ വെച്ച് തന്നെ വഴിപഠിപ്പിച്ച കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ നല്ല കൂട്ടുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, യാ വൈലതാ എന്റെ നാശമേ ലൈതനീ ലം അത്തഖിദ് ഫുലാനന ഖലീലാ. ഞാൻ ഇയാളെ കൂട്ടുകാരാക്കിയില്ലല്ലോ അല്ലാഹുവേ. 9 കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാം. അവരോരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ ലൈതനീ ലം അത്തഖിദ് ഫുലാനന ഖലീലാ. ഇവനെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. പടച്ചവനെ, സാലിഹീങ്ങള്, ഈ നല്ലവര്, സയ്യിദുകള്, അഹ്ലു ബൈത്തുകള്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, അല്ലാഹുവേ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര്, ഇവരുടെ കൂടെ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. ഈ പള്ളം ഹൈദ്രോസ് പള്ളിയുടെ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകര് 1000 മുടക്കിയിട്ട് വാതിൽ വെക്കുമ്പോ അല്ലാഹുവേ മാറി നിന്നിട്ട് ഞാൻ ചിരിച്ചവനല്ലേ, വിമർശിച്ചവനല്ലേ, അവരുടെ കൂടെ എനിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് നാളെ കൈകടിച്ച് കുടഞ്ഞിട്ട് പരലോകത്ത് വെച്ച് പറയും. എന്നിട്ട് വഴി പഠിപ്പിച്ചവനെ കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. ഇവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്. മോശം കൂട്ടുകാരൻ, കള്ള് കുടിക്കാൻ പൈസ ഷെയർ ചെയ്തവൻ, അവനെ നോക്കിയിട്ട് പറയും, അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. യാന അല്ലാഹുവേ ഇവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്, അല്ലാഹുവേ ഇവളാണ് എന്നെ വഴി പഠിപ്പിച്ചതെന്ന് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ കൂട്ടുകാരെ തെരഞ്ഞെടുത്തോ. 9 കൂട്ടുകാരെ ഞാൻ പറയാൻ പോവുകയാണ്. പൊന്നുമോനെ, ഇന്റർനെറ്റ് നമ്മുടെ കൂട്ടുകാരനല്ല, ശാസ്ത്രം നമ്മുടെ കൂട്ടുകാരനല്ല, ആഭാസങ്ങൾ നമ്മുടെ കൂട്ടുകാരനല്ല. നമ്മുടെ കൂട്ടുകാരൻ ആരാവണം? അല്ലാഹു 9 കൂട്ടുകാരെ ഖുർആനിൽ പറയുന്നുണ്ട്. നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ്. വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി. ഞാൻ തൊപ്പി വെക്കാത്ത ചൂടായതുകൊണ്ടാണ് കേട്ടോ. കാസർഗോഡ് ഒരു ഭയങ്കര മോമാരാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാതിൽ വന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഈ തലമുടി ഗൾഫ് ഗേറ്റിൻ്റെ ആണോ? ഞാൻ ചേട്ടാ പറയാ, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുഴുവൻ മുടിയില്ല, മൊട്ടയാണ്. ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മൊട്ടയാണ്, ഫുള്ള് മുടിയില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല മുടി. ഇത് ഗൾഫ് ഗേറ്റാണോ? ലോകാവസാനത്തിന്റെ പ്രസംഗം ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം പ്രസംഗിച്ചു, അതുകൊണ്ടാണ് തലമുട്ടയായിട്ട് മുടിയില്ലാത്തത്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കിയ ആള്. നാളെ പരലോകത്ത് യൗമ യഉല്ലു ളാലിമു അലാ യദൈഹി, കൈ കടിച്ചു കുടയൂന്നാ പറ. ഒരു കൈയല്ല, അല്ല യഉല്ലു എന്ന് പറഞ്ഞാൽ കടിച്ചു കുടയുക എന്നാണ്. യഉല്ലു ളാലിമു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കുടയും. സാധാരണ നമ്മളിങ്ങനെ കൈ കടിച്ചിട്ട് കുടയണപ്പെടാൻ ഒരു വലിയ ഭാഗ്യം കൈവെള്ളയിൽ കിട്ടി. പക്ഷെ ഈ പണ്ടാരോ പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയൂലേ, എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ഭാഗ്യം കൈ കിട്ടി. അള്ളാന്റെ റസൂലിനെ കൂട്ടുകാരനാക്കാൻ പറ്റിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളിക്കളഞ്ഞിട്ട് അബൂജഹലിന്റെ പുറകെ പോയവൻ. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ കൂട്ടുകാർ ഇവിടെയുണ്ട്, അബൂജഹലിന്റെ കൂട്ടുകാർ ഇവിടെയുണ്ട്. നമ്മൾ ആരുടെ കൂട്ടുകാരനാവണം? ആരുടെ കൂട്ടുകാരനാവണം? റസൂലുള്ളാഹിയുടെ. അബൂജഹലിന്റെ കൂട്ടുകാരനാകാവോ? ഉസ്താദെ, അബൂജഹൽ എവിടെയെന്ന് വെച്ചാൽ അബൂജഹലെ ചത്തിട്ടുള്ളൂ, അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല. ചത്തിട്ടുണ്ടോ? അല്ല ഉസ്താദെ, അബൂജഹലിന്റെ പ്രേതം ഞങ്ങളുടെ കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോയി അന്വേഷിച്ച് നോക്കും, 1-2 കാണും. ഒരെണ്ണത്തിന് ഞാൻ പറഞ്ഞോട്ടെ, ഹജ്ജിന് പോയവർക്കറിയാം, ഹറമിന് ഏറ്റവും തൊട്ടടുത്ത വീട് ആരുടേതാ? ആരുടെ വീടാ? അബൂജഹലിന്റെ വീടാണ്. അബൂജഹലിന്റെ വീട് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്. ഹറമിനോട് ഏറ്റവും അടുത്ത വീട് അബൂജഹലിന്റെ വീടാ, അത് കഴിഞ്ഞിട്ടാണ് അല്ല ഉസ്താദ് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്. ഹറമിന് ബാങ്ക് വിളിച്ചപ്പോ അകലെ കിടന്ന റസൂലുള്ള നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു, തൊട്ടടുത്ത് കിടന്ന അബൂജഹൽ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നില്ല. അപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, തൊട്ടടുത്ത് കിടക്കണം ഒരുത്ത് നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അവൻ അബൂജഹലിന്റെ പ്രേതവാ. അതെന്താ സമ്മതിക്കാത്ത? അബൂജഹലിന്റെ ചിന്ത അത് തന്നെയല്ലേ.
പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നു. ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാൻ മനസ്സില്ല. അപ്പൊ അവൻ ആരുടെ ചിന്താഗതിയുള്ളവനാണ്? അതെന്താ ചിന്തിക്കാത്ത? അബൂജഹലിന്റെ പേര് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാലോ? ലഅനത്തുല്ലാഹി അലൈഹി പറയണ്ട. പൊന്നു സഹോദരങ്ങളെ, ഒരുത്തരും പിശാചിബാധയിട്ട് അവന്റെ തലയെ പിടിച്ചിട്ട് ഓതുകയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. 1000 പ്രാവശ്യം ഓതി. ഈ ഓതണവനാരാ? 1-ാം നമ്പർ ശൈത്താൻ. അപ്പൊ പിന്നെ ഇവന്റെ ശൈത്താൻ പോകും. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അബൂജഹലിന്റെ കൂട്ടുകാർ, അബൂജഹലിന്റെ കൂടെന്താ? അബൂജഹലിന് അഹങ്കാരമായിരുന്നു. ആര് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഈ ദുനിയാവ് ശാശ്വതമല്ല, മരിച്ചു പോകുന്ന ഈ ആഖിറത്തിലേക്ക് വാ. അബൂജഹലിന് അഹങ്കാരമായിരുന്നു. പണത്തിന്റെ അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം. ബദറിലെ കിണറ്റിൽ പോയി മലച്ചു കിടന്നില്ലേ അബൂജഹൽ? സഹോദരങ്ങൾ, പണമല്ല തരും, പക്ഷെ അതിന്റെ പേര് അഹങ്കരിക്കാൻ നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാവേൻ. അല്ലാഹ് നാളെ 2 കൈ, ഒരു കൈയല്ല, യൗമല്ല യഉല്ലുൽ ആലിമു അലാ യദൈഹി, 2 വിരൽ ഇങ്ങനെ കടിച്ചു പടയും. പടച്ചോനെ, നല്ല കൂട്ടുകാരനാവാൻ പറ്റില്ലല്ലോ അള്ളാഹുവേ എന്ന് കടിച്ചു പടയും. അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ല കൂട്ടുകാരാക്കി തരട്ടെ. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല കൂട്ടുകാരെ പറഞ്ഞു തരട്ടെ. 9 പേരോട് കൂട്ടുകൂടണം, 3 പേരോട് കൂട്ടുകൂടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവോ? നാളെ മഹ്ശറയിൽ പോകുമ്പോൾ ഈ കൂട്ടുകാരുണ്ടാവുമോ? പക്ഷെ അതെല്ലാം നമ്മൾ ഒത്തിരി പേരോട് കൂട്ടുകൂടില്ല. മമ്മൂട്ടി നമ്മുടെ കൂട്ടുകാരനായി. എല്ലായിടത്തും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. കാസർഗോഡ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഇല്ലേ? പറക്കത്തിന് വേണ്ടി ഉണ്ടോ അവിടെ? ഇവിടെയൊക്കെ ഇവിടെ കൂടുതലും സലീം കോടത്തൂർ ഫാൻസ് അസോസിയേഷൻ, കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ. അടുത്ത വീട്ടിലെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുമാതിരി. മോനെ, ഇതൊക്കെ തീരും. കൂട്ടുകാരനാരാവണം. മഹിഷറയിലെ 2 സൈസ് കൂട്ടുകാരുണ്ടെന്ന് ഖുർആൻ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളത് പറയും. ഇന്ന് ദുനിയാവിലെ കൂട്ടുകാർ പറ്റുന്നിടത്തോളം പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എത്ര മണിക്കാണ് നിർത്തണ്ടേ? രാവിലെ? ഇത്രയ്ക്ക് ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത ആളുകളായി. ആ താല്പര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. അതാ കുഞ്ഞിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു ആഗ്രഹത്തിന് അള്ള പ്രതിഫലം തരട്ടെ. 9 കൂട്ടുകാർ. 1ാമത് നമുക്ക് തുടങ്ങാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ വയൽ അവസാനിക്കുമ്പോൾ ഈ 9 പേരോട് കൂട്ടുകൂടുവോ? നാളെ അവസാനിക്കുമ്പോ ഒന്ന് ഉറക്കെ പറയും. കാസർഗോഡുകാരെ നല്ല സ്നേഹം, ഭയങ്കര ഉഷിരുള്ളവരാണ്. ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ജീവിതത്തിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. 2 സൗഭാഗ്യമാണ്. ഇരട്ട പദവി. നമ്മുടെ ചീഫ് വിപ്പിന് ഇരട്ട പദവി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ പോയി. പക്ഷെ ഈ ഇരട്ട പദവിക്ക് കേസില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമയ്യുതില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖാ. അല്ലാ പറയാണ്, വഹസുന ഉലൈക റഫീഖാ, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. ആരാണവർ? 1ാമത്തെ കൂട്ടുകാരൻ. അല്ലാ പറയുന്നു, നമ്മുടെ 1ാമത്തെ കൂട്ടുകാരൻ അല്ലാഹു ആവണം. 1ാമത്തെ കൂട്ടുകാരൻ ആരാ? അല്ലാ. എന്റെ അല്ല കൂട്ടുകൂടൂലേ? അല്ല കൂട്ടുകൂടും. പക്ഷെ നീ എങ്ങനെ ആവണം? കാരണം എന്താ? അല്ല കൂട്ടുകൂടിയിട്ടുണ്ട്. ഖുർആൻ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇബ്രാഹിം നബി ആരാ? എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആ കൂട്ടുകാരൻ എവിടെയാ ഇരിക്കുക? അള്ള എവിടെ ഇരിക്കുക? കൂട്ടുകാരനെ കണ്ടാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ അള്ള എവിടെ ഇരിക്കണേ? ആദ്യത്തെ കൂട്ടുകാരൻ അള്ളയാകണം.
പെട്ടെന്ന് ഞാൻ വിവരിച്ചു പോയി, 2 ദിവസം കൊണ്ട് തീരുന്നൊരു വിഷയമല്ല ഇത്. അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാക്കട്ടെ. അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിയ ആളാണ് നെല്ലിക്കുന്ന് പള്ളിയുടെ മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അള്ളാഹിനെ കൂട്ടുകാരാക്കിയവരാണ് നെല്ലിക്കുന്ന് മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അള്ളാഹ് കൂട്ടുകാരനാവും. കൂട്ടുകാരൻ എവിടെ ഇരിക്കണേ? കൂട്ടുകാരനെ കാണണ്ടേ? എവിടെ അള്ളാഹ് ഇരിക്കണേ? ലോകപ്രശസ്ത ചിന്തകനായ മാർക്ക് ട്വെയിൻ ഉണ്ട്, ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. അദ്ദേഹം ബലിതത്തിലൂടെ ഒത്തിരി ഗുണപാഠം പറയുന്ന ആളാണ് മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്, സാങ്കല്പികമാണ്. ആളൊരു വലിയ തത്വം പറഞ്ഞതാണ്. ദൈവം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു, ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മാർക്ക് ട്വെയിൻ പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടി മരിക്കുന്നത് കണ്ടപ്പോൾ മകൻ വാപ്പയുടെ തല വെട്ടുന്നു, വാപ്പ ഉമ്മയുടെ തല വെട്ടുന്നു. ഇത് കണ്ട ദൈവത്തിന് പേടിയായി. സ്വന്തം ജനിപ്പിച്ച വാപ്പാന്റെ പള്ളയിൽ കത്തി കുത്തി കയറ്റുന്ന ഇവൻ നാളെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവനെ സൃഷ്ടിച്ച എന്നെ കൊല്ലുമെന്ന് ദൈവത്തിന് പേടിയായി. മാർക്ക് ട്വെയിൻ പറയാണ്, അവസാനം ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഈ മനുഷ്യൻ തന്നെ കാണാത്ത ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ആദ്യം ദൈവം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ഒളിച്ചിരുന്നു. ഇവിടെ മനുഷ്യൻ തന്നെ തേടി വരില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് വിമാനത്തിൽ പാഞ്ഞു പോകുന്ന മനുഷ്യനെ ദൈവം കണ്ടത്. ദൈവം ഇറങ്ങി ഓടി. സാങ്കല്പികമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, അല്ലോ ഉസ്താദ് ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്കൽ വരരുത്. ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ച് വരരുത്. ഞാൻ ഈ റബീഉൽ അവ്വലിന് എൻ്റെ പള്ളിയിൽ ഹുബ്ബുൻ നബിയെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു. ജുമാ കഴിഞ്ഞ ഉടനെ ഒരു പഹയൻ എൻ്റെ അടുത്ത് പാഞ്ഞു വന്നു, നിങ്ങളാ പറഞ്ഞാൽ ശരിയായില്ല. ഞാൻ ചെന്ത് ആ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ? അപ്പോൾ അതാണല്ലോ പരിപാടി. ഞാൻ ചെന്ത് കാര്യം ബുഖാരിയിലുണ്ടോ ഹദീസ്? ഞാൻ ഇമാം ബുഖാരി പറഞ്ഞാലേ നീ ഹദീസ് അംഗീകരിക്കുള്ളൂ. അതെ, ബുഖാരി പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല. ഞാമരുടെ ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹിമഹുല്ല ഒരു ഹദീസ് റിവായത്ത് ചെയ്താൽ നീ സ്വീകരിക്കൂ. അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കില്ല. ഞാമയുടെ ഓൾ ഇന്ത്യ ജാഹിലി, അതാണ് ഇമാം ബുഖാരിയുടെ പേര്. എടാ, ഇമാം ബുഖാരിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അവൻ ഇമാം ബുഖാരിയുടെ പേരറിയില്ല, എന്നിട്ട് അവൻ്റെ ചോദ്യം ബുഖാരി പറഞ്ഞാണ്. അപ്പം ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ പൊന്നു സഹോദരൻ, ഇതൊരു എക്സാമ്പിളാണ്. അപ്പം ദൈവം ഓടി 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 സമുദ്രത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. ഇനി ഇവിടെ മനുഷ്യൻ തന്നെ തിരക്ക് വരൂല എന്ന് ഉറപ്പായപ്പോൾ നോക്കിയപ്പോൾ മുങ്ങിക്കപ്പലിൽ വരുന്നു മനുഷ്യൻ. ദൈവം വിചാരിച്ച് ഇവിടെ ഇവൻ എന്നെ വിടൂല. ഓടി 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 തളർന്ന ദൈവം അവസാനം ഒരിക്കലും മനുഷ്യൻ തന്നെ തേടി വരാത്ത, ഒളിച്ചിരുന്നാൽ തന്നെ കാണാത്ത ഒരു ചെറിയ ഒളിത്താവളം കണ്ടുപിടിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറി ദൈവം ഒളിച്ചിരുന്നു. ഇന്നേ വരെ മനുഷ്യൻ അവിടെ ദൈവത്തെ അന്വേഷിച്ചു പോയിട്ടില്ല. മാർക്ക് ട്വെയിൻ പറയുകയാണ്, ആരും കാണാതെ ദൈവം ഒളിച്ചിരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരഞ്ഞു പോയിട്ടില്ല എന്ന് മാർക്ക് ട്വെയിൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളോ അള്ള എവിടെയാ? അള്ള എവിടെയാ ഇരിക്കണേ? കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൻ എവിടെയാന്ന് അറിയണ്ടേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് അല്ലാഹു ഏകനാണ്, അവന് സനാതനല്ല, അവൻ പരാശ്രയനല്ല, അവൻ പൂജാതനല്ല, ജാതനല്ല, അവൻ കണ്ണില്ലാതെ കാണുന്നവനാണ്, അവന് ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. ഇത് കേട്ട സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ അല്ലാഹു എവിടെയാണ് ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അർശിന്റെ തമ്പുരാനാണ്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയെ അയ്ന അർശുല്ലാഹ്, അയ്ന അർശുല്ലാഹ്, അള്ളാന്റെ അർശ് എവിടെയാ നബിയെ? പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതല്ലേ
അർശും കുർസുമൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, നബിയേ അയിന അർശുല്ലാഹ്, അള്ളാന്റെ അർശ് എവിടെയാണ് നബിയേ? ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, എവിടെയാണ് സഹോദരങ്ങളെ അള്ളാന്റെ അർശ് എവിടെയാ? അത് ചൊവ്വയിലല്ല, വ്യാഴത്തിലല്ല, പ്ലേറ്റോയിലല്ല, ന്യൂട്രോണിലല്ല. അള്ളാന്റെ അർശ് എവിടെയാന്നറിയോ? അള്ളാന്റെ അർശ് നേടി ബഹിരാകാശത്ത് പോകണ്ട, പാത്ത് ഫൈൻഡറസോ ജനറും അപ്പോളോ വേണ്ട. അള്ളാന്റെ അർശ് എവിടെയാണെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്ക പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂല് പറഞ്ഞു, അള്ളാന്റെ അർശ് എവിടെയാണെന്നറിയോ? ഖൽബ് മുഅ്മിനി അർശുല്ലാഹ്, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ് അള്ളാന്റെ സിംഹാസനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വൽ ഖൽബു അർശുല്ലാഹി ബിൽ ഇംകാനി ഹുവ ബൈതുൽ മഅ്മൂറു ഫിൽ ഇൻസാനി. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാ പടച്ചറബിരിക്കേണ്ടതെങ്കിൽ നിന്റെ കൂട്ടുകാരനായ അല്ലാഹ്, എപ്പോ വിളിച്ചാലും വിളി കേൾക്കുന്ന അല്ലാഹ്, ഉറക്കമില്ലാത്ത തമ്പുരാൻ, വിളർച്ചയില്ലാത്ത തമ്പുരാൻ, നീ പൊട്ടിക്കരഞ്ഞ നിന്റെ കണ്ണുനീരൊപ്പേണ്ട തമ്പുരാൻ, അവനിരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിലാ. ഹോളിവുഡിന്റെ സിനിമാ താരങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർത്തു വെച്ചാ അവരുടെ ഫോട്ടോ കിടക്കുന്ന വാതിലിന്റെ പുറത്തൊട്ടിച്ചിട്ട് അതിലേക്ക് നോക്കി കിടന്ന ചെറുപ്പക്കാരാ, സർവ മനുഷ്യ ദൈവങ്ങളെ വലിച്ചെറിയേ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാനെ സൂക്ഷിക്ക്. നീ വിളിച്ചാല് വിളി കേൾക്കുന്ന അല്ലാഹ്, നിന്റെ സങ്കടങ്ങൾ മാറ്റിത്തരുന്ന അല്ലാഹ്. കബ്സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാറേ, മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാരേ. കൂട്ടുകാരൻ ആരാ? സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനല്ലേ? നിനക്ക് പ്രയാസം വരുമ്പോ നിന്റെ കണ്ണുനീരൊപ്പുന്നവനല്ലേ യഥാർത്ഥ കൂട്ടുകാരൻ? എന്നാ മോനെ കടങ്ങളാണോ? ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 2 ലക്ഷം രൂപ കടമാ, വെറും ഒരു മദ്രസ മുഅല്ലിമാ, വടിയില്ല ഉസ്താദേ, വിഷമമാണ്. അള്ള മാറ്റിക്കൊടുക്കട്ടെ. പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനോട് പറ, പാതിരാ സമയത്ത് വീടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയേ, അള്ളാനോട് പറയല്ലാഹുവേ, കബ്സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാറേ. എത്ര നാളുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ തേങ്ങുന്നു അല്ലാഹുവേ, എന്റെ കണ്ണുനീര് കാണുന്നില്ലേ അല്ലാഹ്? ആരോടും പറയാതെ നെഞ്ചിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന എന്റെ പ്രയാസം, എന്റെ ദുഃഖം, എന്റെ ആകുലത, എന്റെ വ്യാകുലത, എന്റെ ആധി, എന്റെ വ്യാധി, എന്റെ ആകുലത, എന്റെ വ്യതകൾ, എന്റെ ശ്രദ്ധകൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ പ്രയാസങ്ങൾ. പടച്ചവനെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒരു നെഞ്ചുണ്ട്. ആ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ആരോടും പറയാതെ ഞാൻ അടക്കി വെച്ച എന്റെ സങ്കടങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അല്ലാഹുവേ, നീ ഞാനുമല്ലാതെ മറ്റൊരാളതറിഞ്ഞിട്ടില്ല. ഏതൊരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിലും സഹോദരങ്ങളെ, ഈ പളപളാമിന്നുന്ന ഈ നീണ്ട കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു മറയാണ്. ഈ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ഒരു വാരിയെല്ലിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട്. ആരോടും പറയാതെ അല്ലാഹുവേ, ഞാനും നീയും മാത്രം അറിഞ്ഞ എന്റെ വ്യസനം ഞാൻ നിന്നോട് പറയുന്നു അല്ലാഹുവേ. എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല. ആര് കൈവിട്ടാലും നീ എന്നെ കൈവിടല്ലേ അല്ലാ. പൊന്നു ചെറുപ്പക്കാരാ, ഹറാമിന്റെ കൂട്ടുകാരനവിടെ നിന്റെ കണ്ണുനീര് കണ്ടാൽ ഈ കൂട്ടുകാരൻ നിന്റെ കൂടെ, നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഉണ്ടാവൂ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനി വിടമാ, പേക്കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനി വിടമാ, പേക്കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. മോനെ, കയ്യിൽ പണമുണ്ടോ? ATM കാർഡ് കയ്യിലുണ്ടോ? കൂട്ടുകാര് കൂടെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടാൽ ഒരൊറ്റ ഒരുത്തം നിന്നെ തിരിഞ്ഞു നോക്കൂല. പണമില്ലാത്തവനെ ലോകത്ത് വേണ്ട. പക്ഷേ പണമില്ലാത്ത നിന്നെ കൂട്ടുകൂടുന്നവരേ ഒരാളെ ഉള്ളൂ. അതാരെന്നറിയോ? സത്താറ ഗഫാർ വഹീഗേ ബന്ധോം ഗംഹാർ വഹീഗേ. നിന്റെ എല്ലാ ദുഃഖമറിയുന്ന ഒരാൾ,
പണമില്ലെങ്കിൽ ഒറ്റ കൂട്ടുകാരനും ഉണ്ടാവില്ല. എഴുതി വെച്ചോ നിങ്ങള്. ഈ കൂടെ നടക്കുന്നവനുണ്ടാവില്ല, ഈ വെല്ലുവിളിക്കുന്നവനുണ്ടാവില്ല, ഈ ആവാസത്തിന് കൂട്ടു നിൽക്കുന്നവനുണ്ടാവില്ല. പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും നിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവും. അവനാരെന്നറിയോ? വോഹേ സബ് കുച്ച് ജാനിനെ വാല. അവനാണ് നിന്റെ ഉള്ളറിയുന്നവൻ, അവനാണ് നിന്റെ അകമറിയുന്നവൻ, അവനാണ് നിന്റെ ലാഹിർ, അവനാണ് നിന്റെ ബാത്തിന്. എല്ലാം അറിയുന്ന അല്ലാഹു. അവനോട് കൂട്ടുകൂടണേ പൊന്നുപെങ്ങളെ, കൂട്ടുകൂടണേ. ആര് നിന്നെ കൈവിട്ടാലും ആ കൂട്ടുകാരൻ കൈവിടില്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി നിലവിളിച്ചാൽ ഒരാൾ പോലും കേൾക്കാറില്ല. ചുട്ടുപടുത്ത മണലാരണ്യത്തില് പ്രസവ വേദനയിൽ കിടന്ന് വല്ലാതെ നിലവിളിക്കുമ്പോ പള്ളത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പോലൊരു പെണ്ണ്, മജ്ജയുള്ള മാംസമുള്ള വിചാരമുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് മരുഭൂമിയിൽ ഒരാൾ പോലും സഹായിക്കാനില്ല. ആ പെണ്ണ് വിളിച്ചില്ലേ, അല്ലാഹുവേ അല്ലാഹുവേ യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു റസിയം മൻസിയാ. ആര് സഹായിക്കാനില്ല അല്ലാഹുവേ. മരണത്തിന് സമാനമായ വേദനയിൽ പിളയുകയാണ്. അല്ലാഹുവേ, ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട കൗമാരക്കാരി പെണ്ണ്, ആ പെണ്ണ് നിലവിളിക്കുമ്പോ പൊന്നു പെങ്ങളെ, കൗമാരക്കാരി പെണ്ണ്, ഏത് കൗമാരമെന്നറിയുമോ? എറണാകുളം ജില്ലയിലെ +2 പഠിക്കുന്ന പെണ്ണ്. അവള് ഹോസ്റ്റലിലോട്ട് കടന്നു പോകുമ്പോ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിൽ തുറന്നു നോക്കുമ്പോ ആ വാട്ടർ ബോട്ടിൽ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളമല്ല, ആ കൗമാരക്കാരി പെണ്ണിന് കുടിക്കാനുള്ള മദ്യമാണ്. എറണാകുളം നഗരത്തിൽ ഇന്റർവെല്ലിന് കുടിക്കുന്നത് കുട്ടികള് കള്ള്. ആ കൗമാരമല്ല പൊന്നുമോളെ. ഈ കൗമാരം പരിചയപ്പെടുക. മരുഭൂമിയുടെ നടുക്കുനിന്ന് വിളിച്ചപ്പോ അല്ലാഹുവേ സഹായിക്കാൻ ആരുമില്ല അല്ലാ. ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ സഹോദരിമാരെ, മരണത്തെ ആഗ്രഹിച്ചിട്ട് നിന്നെ പോലൊരു പെണ്ണ് നിലവിളിച്ചപ്പോ കൂട്ടുകാരന് സഹിക്കാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ശരീരം ഉണ്ടായി. ഖുർആൻ തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഓ മറിയമേ, ഓ മറിയമേ, ഫനാദാഹാ മിൻ തഹ്തിഹാ. എവിടെ നിന്നോ വിളിച്ചു, മറിയമേ നീ എന്നെ കൂട്ടുകാരനാക്കിയതല്ലേ, എനിക്ക് വേണ്ടി ജീവിച്ചതല്ലേ. അല്ലാ തഹ്സനി, ദുഃഖിക്കണ്ട മറിയമേ, ദുഃഖിക്കണ്ട. പൊന്നുപെങ്ങളെ, അള്ള വിളിക്കുന്നില്ലേ, അള്ള മനസ്സിന് തോന്നിക്കും. ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. അവനോട് വിളിച്ച് കരഞ്ഞപ്പോ, ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ, ഉടനവൻ അരുകിൽ അണഞ്ഞരുളി. ഭയം ഒരു നിമിഷവും തളരരുടെ, മയങ്ങുകില്ല ഉറങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാല് വഴുതാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് പറയട്ടെ സഹോദരങ്ങളെ, പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കണം, അള്ളാനെ കൂട്ടുകാരനാക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീരോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കണ്ണുനീരിന് പ്രതിഫലം നൽകും. ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ, ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കി നമ്മൾ കരഞ്ഞ അള്ള കണ്ണുനീര് തുടച്ചു തരും. അവന്റെ ഭാഗത്തു നിന്ന് സാന്ത്വനമുണ്ടാകും. അള്ളാഹു ഹൃദയത്തിന് സമാധാനം തരും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒന്നാമത്തെ കൂട്ടുകാരൻ. അള്ളാഹിനോട് കൂട്ടുകൂടനെ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ചെയ്യുവോ? ഞാൻ പറഞ്ഞുതരാം. ഇൻഷാല്ലാ ചെയ്യുവോ? ഈ സദസ്സ് ഇൻഷാല്ലാ ആ നിയത്തെടുത്തിട്ട് നമുക്ക് പിരിയാം. അള്ള നമ്മളോട് കൂട്ടുകൂടും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ചെയ്യുവോ? ഇൻഷാല്ലാ പറ, ഉറക്കെ പറയും. എന്റെ പൊന്നു സഹോദരങ്ങളെ, 10,000-കണക്കിന് ആളുകളുണ്ട്. കേരളത്തിന്റെ അങ്ങേയറ്റത്ത് കിടന്ന ഞാൻ ഈ കാസർഗോഡ് വരുമ്പോൾ 1000-കണക്കിന് ആളുകൾ കൂടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ പേരില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 മണിക്കൂർ നമ്മൾ ഇരുന്നതിനൊരു പ്രതിഫലം ഉണ്ടാവണം.
ഉണ്ടാവണം. അള്ളാഹുവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റി നിർത്തണം. അള്ളാഹ് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹ് തൗഫീക്ക് നൽകട്ടെ. ഏതാത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത്. മറിയം ബീവി മരണത്തെ മുമ്പിൽ കണ്ടിട്ട് വിളിച്ചു. അള്ളാഹ് പറഞ്ഞു, അല്ലാ തഹ്സനി, പൊന്നു മോളെ നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ. പിന്നെ പൊന്നു പെങ്ങളെ പറയും. പക്ഷേ അള്ളാഹ് നമ്മളോട് കൂട്ടുകൂടാ. ഒറ്റ നിബന്ധനയുള്ളൂ, അവൻ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത്. ഇതാവോ എന്തെന്ന് മാറി നിന്നുകൂടെ. സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ, ഹലാല് മതി. ഹലാല് കൊണ്ട് കോടീശ്വരനാവും, ഹറാമ് തന്നെ വേണമെന്നില്ല. പള്ളക്കുള്ളിൽ ഒരു തുള്ളി പോയോ, ഒരു തുള്ളി രക്ഷപ്പെടൂല. ബാക്കി 8 കൂട്ടുകാരെ ഇൻഷാല്ലാഹ് നാളെ പറയാം. പ്രധാനപ്പെട്ട കൂട്ടുകാരാ അത്. അവരും പരലോകത്ത് എങ്ങനെയാ, ഫാൻസ് അസോസിയേഷനൊക്കെ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയാം ഇൻഷാല്ലാഹ് നാളെ വരെ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുമായിട്ട് കൂട്ടുകൂടാം. മാരക രോഗം വരട്ടെ, കണ്ണീരണിഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കും. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല. പോ ഇനി അങ്ങോട്ട് മാറ്റി നിന്നൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിന്നുകൂടെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വയറ് വല്ലാതെ വിശന്ന് വേദന കൊണ്ട് പിടയുകയാണ്. കടിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല. വേദന കൊണ്ട് വിശന്ന് പിടയുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ മുമ്പിലൂടെ നടന്നുപോയി. അടിമയോട് ചോദിച്ചു, വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? അടിമ പറഞ്ഞു, എന്റെ കയ്യിൽ 2 കാരക്കയുണ്ട്, തരാം. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അടിമയുടെ കയ്യിലിരുന്ന 2 കാരക്ക എടുത്ത് തിന്നുപോയി. തിന്നു കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, അല്ലാഹുവേ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തിന്നുപോയി. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചില്ല. അടിമയോട് ചോദിച്ചു, അടിമയെ, ഇത് ഹറാമാണോ ഹലാലാണോ? അയാൾ പറഞ്ഞു, അടിമ പറഞ്ഞു, ഞാനൊരു നാട്ടിലൂടെ പോയപ്പോ ആ നാട്ടിലെ ആളുകൾ കവടി നിരത്തിയിട്ട് ലക്ഷണം പറയാൻ പറഞ്ഞു. ഞാൻ കവടി നിരത്തി ലക്ഷണം പറഞ്ഞു കൊടുത്തു. അതിന് പ്രതിഫലമായി കിട്ടിയ പ്രതിഫലമാണിത്. സഹോദരങ്ങളെ, ഇസ്ലാമികപരമായിട്ടത് ഹറാമല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, ഹറാമ് കഴിച്ചല്ലോ അല്ലാ, ഒരു തുള്ളി പള്ളയിൽ പോയല്ലോ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ഛർദിക്കാൻ തുടങ്ങി. ഛർദിച്ച് എല്ലാം വെളിയിലോട്ട് പോകുമ്പോ, എന്തിനാ കാസർഗോഡ് സഹോദരി വിശന്ന് വലഞ്ഞു നിന്നപ്പോ ഹറാമായ ഒരു കാരക്ക തിന്നതിന്റെ പേര് ഛർദിച്ച് അവസാനം രക്തം ഛർദിക്കാൻ തുടങ്ങി. സഹാബത്ത് പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്തം ഛർദിച്ചു മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ഛർദിച്ച് അവശനായി താഴെ കുത്തിയിരുന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ, അറിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരൽപ്പം ഹറാമ് തിന്നുപോയി അല്ലാ. കഴിയുന്നിടത്തോളം വെളിയിൽ ഛർദിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അബൂബക്കറിന്റെ മജ്ജയിലോ മാംസത്തിലോ ഹറാമിന്റെ ഒരൽപ്പമെങ്ങാനും മലിഞ്ഞു ചേർന്ന അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ അബൂബക്കറിന് കഴിയില്ല. അല്ലാഹുവേ, എന്റെ രക്തത്തിൽ കലങ്ങിപ്പോയ ഹറാമ് കാരണത്താൽ നാളെ നീയുമായിട്ടുള്ള എന്റെ ബന്ധം നീ മുറിക്കല്ലേ അല്ലാ. എന്റെ കച്ചവടക്കാരായ പ്രിയപ്പെട്ട സഹോദര, എന്തിനാ ഒരു തുള്ളിക്കാരൊക്കെ നിന്നപ്പോ അത് തൊണ്ടക്കുടിയിൽ വിരലിട്ട് ഛർദിച്ച് കളഞ്ഞെങ്കിൽ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമത്ര ഉള്ളിൽ ചെന്നടാ. പടച്ചറബ് ബന്ധം മുറിക്കില്ലേ? പൊന്നുപെങ്ങളെ, ആരും അറിഞ്ഞില്ലെങ്കിലും അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മദീന മുഴുവൻ സ്വച്ഛന്തമായി ഉറങ്ങുന്നു. ഒരു കുടിൽ നിന്ന് ഉമ്മയുടെയും മകളുടെയും സംസാരമാണ്. ഉമ്മ പറയുന്ന, മോളെ പാലിലൽപ്പം വെള്ളം ചേർക്ക്. മോള് പറയുന്ന, ഇല്ല ഉമ്മ, ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കില്ലേ റളിയല്ലാഹു അൻഹു. ഉമ്മ പറയുന്ന, മോളെ ഉമർ ഉറക്കത്തിലല്ലേ, ഉമർ കാണുന്നില്ലല്ലോ. ആ സമയത്ത് ഉമ്മയോട് മോള് പറഞ്ഞ മറുപടി പള്ളത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ആ പൊന്നുപോട് പറഞ്ഞു, ഉമറല്ലേ ഉറങ്ങുകയുള്ളൂ. ഇതാക്കാന ഉമറുനായിമൻ ഫറബ്ബുൽ മറു യഖലാ.
ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ അള്ള ഉറങ്ങില്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെ പോലെ സഹോദരങ്ങളെ, ഒരു തുള്ളി ഹറാമെങ്ങാനും പള്ളയിൽ പോയാ അള്ളാഹുവിനെ ബന്ധപ്പെടുന്ന പ്രശ്നമില്ല. നാളെ കുല്ലുമാലിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് ഉണ്ടായ സ്വത്ത് നാളെ നരകത്തിന് അവകാശപ്പെട്ടടാ. അതേതുമായി കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു ചക്ര ബസാറിൽ ചെല്ലുമ്പോ കച്ചവടം ചെയ്യുന്ന എത്രയോ സഹോദരങ്ങൾ, അള്ളാഹു അഭിവൃദ്ധി തരട്ടെ. ഇവിടെ ധാരാളം കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അവരോട് ഞാൻ പറയുകയാ, യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല പ്രമുഖനായ വസ്ത്രവ്യാപാരിയാണ്. അദ്ദേഹത്തിന്റെ കടയിൽ 2 ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റിക്ക് 200 ദിർഹം, സെക്കൻഡ് ക്വാളിറ്റിക്ക് 100 ദിർഹം. രണ്ടും കണ്ടാൽ ഒരേ പോലെയാണ്. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസം നോട്ടത്തിലില്ല, ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഒറിജിനൽ റാഡോയും കോപ്പി റാഡോയും പോലെ കണ്ടാൽ ഒരു വ്യത്യാസവുമില്ല. സാധാരണക്കാരനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ആഖിറത്തിലെ കൂട്ടുകാരനാണ് ഇത് പറയുന്നത്, ദുനിയാവിലെ കൂട്ടുകാരനല്ല. യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു സഹോദരനെ കടയിലിരുത്തിയിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. വിദേശിയായ ഒരാൾ കടയിൽ വന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ക്വാളിറ്റി വസ്ത്രം. യൂനുസ് ഉബൈദയുടെ സഹോദരനോട് ചോദിച്ചു എത്രയാ വില. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു 200 ദിർഹമാണ് വില. 100 ദിർഹമേ വിലയുള്ളൂ, സെക്കൻഡ് ക്വാളിറ്റിയാ. സന്തോഷത്തോടെ 200 ദിർഹം കൊടുത്ത് തിരിച്ചുപോയി. യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചൊരാൾ പോകുന്നു. ചോദിച്ചു, മോനെ ഇതെവിടെ നിന്ന്? നിന്റെ കടയിൽ നിന്ന്. എത്രയാ വില? 200 ദിർഹമാ. യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, 100 ദിർഹം എന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഈ വിദേശിയായ ഗ്രാമീണനെ ചതിച്ചല്ലോ അല്ലാ. വരിക, നിനക്ക് ഞാൻ പകുതി വാങ്ങിച്ചു തരാം. അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇത്രയും വിലയുണ്ട്. ഇല്ല ഇല്ല, ഇത് കൊള്ളയാണ്, വാ. കടയിലോട്ട് പോയി സഹോദരനോട് പറഞ്ഞു, 100 ദിർഹം തിരിച്ചു കൊടുക്ക്, 100 ദിർഹം തിരിച്ചു കൊടുക്ക്. അയാൾ വിഷമത്തോടെ തിരിച്ചു കൊടുത്തു. ഗ്രാമീണനായ വിദേശി അന്തം വിട്ടു നിന്നു. കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണൻ നിന്നു. പോയി കഴിഞ്ഞപ്പോൾ സഹോദരൻ യൂനുസ് ബിൻ ഉബൈദയും തമ്മിൽ വഴക്കായി. സഹോദരൻ പറഞ്ഞു, അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ്, അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത്. യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂനുസ് ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു, വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു. പക്ഷേ പടച്ച റബ്ബിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല? 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് വിക്കല്, അത് നിന്റെ അല്ലാഹ് ഇഷ്ടപ്പെട്ട കാര്യമാണോ? അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ? അവൻ നിന്നോട് ബന്ധം മുറിക്കല്ലേ? ലാഭമെടുക്കാം ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട്. പക്ഷെ അത് ചൂഷണത്തിന്റെ ഉപാധിയാവരുത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത്. അള്ളാഹു നമ്മളോടുള്ള ബന്ധം മുറിച്ചു കളയും. അതുകൊണ്ട് അള്ളാഹിനെ കൂട്ടുകാരനാക്കി നല്ലത് മാത്രം ചെയ്യുക, നല്ലതിനെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നമ്മളെ നല്ലവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെട്ടത് ചെയ്യാവൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുള്ളി പള്ളയിൽ പോകരുത്. ബാക്കി 8 കൂട്ടുകാർ, ആ കൂട്ടുകാർ പരലോകവും ആ കൂട്ടുകാർ സ്വർഗവും. അത് പറഞ്ഞ് നമുക്ക് നാളെ നല്ല കൂട്ടുകാരായി അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا ظلما كثيرا كبيرا لا يغفر الذنوب إلا أنت فاغفر لنا مغفرة من عندك وارحمنا إنك أنت الغفور الرحيم. അർഹമുറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. ഭാവി ജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനെ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ
അവരുടെ കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ശിഫ നൽകണേ തമ്പുരാനെ. വൃക്ക തകരാറിലായവർ, ഹാർട്ടിന് തകരാറുമുള്ളവർ, കാൽമുട്ടുകൾക്ക് പ്രയാസമുള്ളവർ ധാരാളം ആളുകൾ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് വസിയത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. മാരക രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ പുണ്യ റസൂലിന്റെ സലാത്ത് കൊണ്ട് മുഖരിതമായ സദസ്സിൽ അതിനു വേണ്ടി കയറി മുകളിൽ നിന്ന് താഴേക്ക് വീണ് സിറാജ് എന്ന ചെറുപ്പക്കാരൻ ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നു. അല്ലാഹുവേ, നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ തമ്പുരാനെ, നീ ശിവ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള വല്ലാത്ത അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. യാമീൻ പറയുന്ന ഈ പാവങ്ങളെ നീ കാണുന്നില്ല തമ്പുരാനെ. ഈ പാതിരാ സമയത്ത് ഉറക്കമിളച്ച് നിന്റെ ഖജനാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഈ പാവങ്ങളെ നീ ഒരു രീതിയിലും പരീക്ഷിക്കല്ല തമ്പുരാനെ. ഞങ്ങൾ പാവങ്ങളാണ് അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹുവേ. നിന്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഞങ്ങൾക്കില്ല അല്ലാഹുവേ. കരുണക്കടലേ, കരുണ കാണിക്കണേ അല്ലാഹുവേ. മരിക്കുന്ന നേരം കെലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. ഖബറിൽ സ്വർഗ വിരിപ്പ് വിരിക്കണേ അല്ലാ. അർശിന്റെ തണല് നൽകണേ അല്ലാ. സിറാത്ത് മിന്നൽ വേഗത്തിൽ കടത്തണേ അല്ലാ. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കോരി കുടിപ്പിക്കണേ തമ്പുരാനെ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞിട്ടിനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നാളെ പ്രിയ നബിയുടെ സലാത്ത് ചൊല്ലി കണ്ണീരണിഞ്ഞു ദുആ ചെയ്യാൻ, ഖുർആനിലെ കൂട്ടുകാരെ കേൾക്കാൻ, ആ കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ നാളെ ഈ സദസ്സിൽ ഹയാത്തോടെ ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹുവേ. തട്ടിക്കളയല്ലേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവരെ അപകടത്തിൽ നിന്ന്, എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ദുആ ചെയ്യണമെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെവിടെയാണെങ്കിലും ഒരു ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. റബ്ബന റഹ്മ ആബാഅനാ വഉമ്മഹാതിനാ കമാ റബ്ബൗനാ സിഗാറ വസല്ലി അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل أهل البيت سلم وصلى على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.